ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, അതിന് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകട്ടെ. ഫ്രണ്ടിൻ്റെ കല്യാണം കവനൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ 1 തൊട്ട് 10 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. വീണേന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകട്ടെ. ഇപ്പോൾ സമയം 9:15 10 മണിയാകുമ്പോഴത്തേക്കും അവിടെ ചെല്ലണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാർ ഇപ്പം ബാത്റൂമിൽ പോയതേ ഉള്ളൂ, കുളിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഒരുങ്ങി റെഡിയായി. അത് പിന്നെ നമ്മുടെ കാര്യത്തിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ചടപടിയിൽ നിന്ന് റെഡിയാവുമല്ലോ. മുഖത്തെന്തോ ഭയങ്കര എണ്ണ പോലെ തോന്നല്ലേ, എണ്ണ മുഖത്തൊന്നും ഇട്ടിട്ടുമില്ല. അപ്പോൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാം. നനഞ്ഞ് പുളിഞ്ഞ് കിടക്കുക, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ നല്ല താമസം. 7:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ്. പിന്നെ മഴയായിട്ട് നമ്മളിങ്ങനെ സുഖമായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഇനി നമ്മൾ നേരെ കല്യാണത്തിന് പോവാം. ഞാൻ വെച്ചാൽ കഴിക്കാനൊന്നും ഉണ്ടാക്കിയല്ലോ. രാവിലെ പോവുമല്ലോ കല്യാണത്തിന്. സാറ് കുളിക്കാൻ തുടങ്ങി. പിന്നെ 1-2 റീലൊക്കെ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ലക്ഷ്മി അവിടുത്തെ കടയിലോട്ട് വരും കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞു, നീ വേഗം വരണം, നീ എല്ലാ വട്ടം താമസിക്കുന്നത്, നിന്നെ നോക്കിയാൽ സമയം പോകുന്നത്, അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് നീ വന്നോണമെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടായിയുടെ ചേച്ചി വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓ ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ കല്യാണത്തിന് നമ്മൾ കൊണ്ടുപോകും, ഇയാൾ നമ്മളെ ആരുടെയും കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് ചേട്ടായി ഒരുവിധം ഞാൻ കഷ്ടപ്പെട്ട് ഒരുക്കി റെഡിയാക്കി ഇറക്കി. ഞാൻ പറഞ്ഞു സുണ്ടരനായിട്ട് വന്നോണം. അയ്യോ പേടിച്ച. ഇപ്പം എനിക്കൊരു ചീത്തവിളി കേട്ടേനെ. വാച്ച് എടുത്തില്ലായിരുന്നു. എടുത്തു, പക്ഷെ ഞാൻ പെട്ടെന്ന് മറന്നു പോകും എടുത്തോ ഇല്ലയോന്ന്. ഞാൻ പറഞ്ഞു സുണ്ടരനായിട്ട് വന്നോണം, ഇല്ലെങ്കിലാ എൻ്റെ സ്വഭാവം മാറുന്നത്. പക്ഷെ സുണ്ടരനല്ല. പണ്ട് സ്നേഹിക്കുന്ന സമയത്ത് സുണ്ടരനായിരുന്നു. ഇപ്പൊ സുണ്ടരനെല്ലാം പോയി. ഇപ്പൊ ഒരു കളവനെ പോലെ ഇരിക്കുക. ഇപ്പൊ കണ്ട ആൾക്കാരും ആയിരിക്കും ഒരു പിഞ്ചു കൊച്ചിനെ ഒരു കളവനെയും കൊണ്ട് കെട്ടിച്ചെന്ന്. എങ്ങനെ ചിരിക്കുന്നത് കാണിച്ചേ? ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു ചിരിക്കുന്നത്. അമ്മയുടെ എന്തോ ഒരു അടി കിട്ടു വരുന്നത് അറിയാമോ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ. ഹിമാലയ പോയവരുടെ വണ്ടിയിലാണോ ഫ്ലാഗ് കിടക്കുന്നത്? പക്ഷെ പണ്ട് ഇത് അവിടെ പോയവരുടെ തന്നെയല്ലേ? ഞാൻ ഒന്നൊരു വല്ല ഫ്ലാഗ് ഒക്കെ വാങ്ങിക്കേ. ഫ്ലാഗ് വീടിന്റെ മിറ്റത്തോട്ട് പോലും പോത്തിട്ട് ഈ ചെറുക്കൻ എന്തൊരു ചെറുക്കനാണോ എന്ത് ചെറുക്കനാ. ട്രിപ്പ് മൈൻഡും ട്രിപ്പ് മോഡും ഒന്നും ഇല്ല. ചെറു വെടല ചെറുക്കൻ. പിന്നെ 24 മണിക്കൂറും അവിടെ ഇവിടെ നടന്നിട്ട് ഇനി ഞാൻ ട്രിപ്പിനോടൊപ്പം ഫുള്ള് വർക്കിന് പോവുക അവിടെ എവിടെയായിട്ട്. പിന്നെ ഇനി ഞാൻ ട്രിപ്പായിട്ട് ഇനി ഫുള്ള് വർക്കൊന്നും ഇല്ല. വീഡിയോ എന്ന് പറഞ്ഞ് തള്ളുന്നതിന് ഒരു പരിധിയുണ്ട്. കഴിഞ്ഞ മാസം എവിടെ പോയത്? കഴിഞ്ഞ മാസം എവിടെ? മൂന്നാറിന് എറണാകുളം. ട്രിപ്പ് അല്ലല്ലോ. ഈ മാസം എവിടെ പോന്നെ? ഊട്ടി. നിക്ക് മിണ്ടാണ്ടിരിക്കെ. അത് ട്രിപ്പ് അല്ലല്ലോ. വർക്കിന് പോകുമ്പോ ഇയാള് ട്രിപ്പിന്റെ കൂട്ട് എൻജോയ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച എന്നെയും കൊണ്ട് എവിടെയെങ്കിലും കല്യാണത്തിന് മുന്നേ എന്റെ ആഗ്രഹം എന്നെ ലോകം കറക്കുന്ന ഒരു ചെറുക്കനായിരിക്കണോന്ന്. ഇത് ലോകം പോയിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കെ, വിശേഷം അടിക്കാണ്ട്. ലോകം പോയിട്ട് മിറ്റം പോലും കറക്കാത്തൊരു പന്നച്ചെറുക്കൻ. പറഞ്ഞില്ലേ, അവള് കറക്റ്റ് സമയത്ത് വരത്തില്ല. അവള് താമസിച്ചേ വരത്തുള്ളൂ. 10:15 പറയും. അപ്പൊ നമ്മള് ചോദിച്ചു, അയ്യോ നിന്റെ കയ്യില്ല, എന്റെ കയ്യിലായിരിക്കും. ഞാൻ മുട്ടയിട്ട് ഞെവിടി കഴിച്ച്. മുട്ടവാട ചുമ്മാ. ഇവൻ വൃത്തികെട്ടവനാ. ഇവൻ ഈ യൂട്യൂബിൽ കാണിക്കുന്ന ഇതൊക്കെയാണ്. അപ്പൊ അവളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാ. കൊച്ചെ ഒരുങ്ങിന്നൊക്കെയാ പറയുന്നത്. എല്ലാരും പോവാടാ, കല്യാണം വീട് വിടാ കേട്ടോ. ഇവിടെ പുട്ടിയൊക്കെ വരിയിട്ടുണ്ടാ വരുന്നത്. മുഖമൊക്കെ വെളുകളാന്നിരിക്കുന്നത്. എന്താ നീ മുഖത്തൊക്കെ വരി തേച്ചേക്കുന്നേ? ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കേട്ടോ. നീ ഇനി കടയിൽ പോയി കഴിക്കുന്നോ? അയ്യോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വന്നേ. അവളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഈ ചേട്ടായിയാണെ നേരെ അമ്പലത്തിലോട്ടും വന്നു. ഇഷ്ടം പോലെ വണ്ടി ആളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ വണ്ടി താഴെ ഇട്ടത്, മേളിൽ കൊണ്ട് തിരക്കിലിടണ്ടെന്ന് വെച്ചിട്ട്. അപ്പം ഞങ്ങൾ വണ്ടി താഴെ ഇട്ടിട്ട് നമ്മൾ മേളിലോട്ട് നടന്നു പോകാം കേട്ടോ. ഈ കടയാണെങ്കിൽ ഉത്സവത്തിന് വന്നതാണ്. ഇത് ഇപ്പോഴേ പോകുന്നില്ലെന്നാട്ടോ തോന്നുന്നത്. കാരണം 10 ഉദയത്തിൻ്റെ എന്നാൽ നമ്മുടെ അമ്പലത്തിലെ പൊങ്കാല വരുന്നത്. ഇനി പൊങ്കാലയും കൂടെ കഴിഞ്ഞിട്ട് ഇത് പോകുന്നുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇഷ്ടം പോലെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 99 രൂപയ്ക്ക്. ഈ പിള്ളേരെയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് 4 എന്തോ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ
ഞാൻ പറഞ്ഞു ചേട്ടാ ഈ നടക്കുന്നതൊക്കെ ചേട്ടാക്ക് ഒരു വീഡിയോ എടുത്തുകൂടെ എന്നിങ്ങനെ ചോദിക്കട്ടോ. നമ്മൾ നേരെ കയറി ചെല്ലുന്ന മണ്ഡപത്തിലോട്ടാട്ടോ. അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ കലഞ്ഞൂരുള്ള ഏകദേശം കുറേ പേരെയൊക്കെ കണ്ടു കേട്ടോ, നമുക്കറിയാവുന്ന. പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച കുറച്ച് പേരെ ഉള്ളായിരുന്നു. 10ൽ ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ എല്ലാവരെയും വരുമെന്ന് വിചാരിച്ചു, പക്ഷേ ആരെയും കണ്ടില്ല കേട്ടോ. ഞാനുണ്ടായിരുന്നു, ലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ അനില ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഞങ്ങളപ്പോൾ വെൽക്കം ഡ്രിങ്ക് എവിടെ എന്ന് നോക്കാനായിട്ട് പോവാട്ടോ. എന്നിട്ട് കല്യാണപ്പെണ്ണിനെയും കൂടെ കാണാമെന്ന് വിചാരിച്ചു. കാരണം അവർ താലി കെട്ടുന്ന ടൈം ആകുമ്പോഴത്തേക്കേ മണ്ഡപത്തിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ അവളെയും കൂടെ പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും അങ്ങോട്ട് നടക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ നോക്കുന്നുണ്ട്, ആരേലും ഉണ്ടോ. പിന്നെ നമ്മുടെ അമ്പലമൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരെയും നോക്കും, നമുക്ക് അറിയാവുന്നവരുണ്ടോ. ഇത് നമ്മുടെ വജ്രതേജോമുഖനാട്ടോ, അവൻ്റെ തലയെടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ, ബാക്കി അതേപോലെ അവിടെ നിൽപ്പുണ്ട്. അതിനി എന്നാ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവാം. ചേട്ടായി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എല്ലായിടും ഓടിച്ചാടി നടക്കാൻ പറ്റില്ല, കാരണം ഞാൻ വിളിച്ചുകൊണ്ടൊന്നുമില്ല. അപ്പം ചേട്ടായിക്ക് നമ്മളൊരു കമ്പനി കൊടുക്കണമല്ലോ. ഞങ്ങളുടെ കൂടെ പഠിച്ച ചേട്ടായിക്ക് ഇവിടെ ആരും അറിയത്തില്ല. ഇവിടെ പഞ്ച് ആ വണ്ടിയിലായിരിക്കും വീണ വന്നേ. അത് ചേട്ടൻ്റെ വണ്ടി. പക്ഷെ അടങ്ങി ഇന്നാലേ നല്ല വീഡിയോ കിട്ടും കേട്ടോ. മോളെ എനിക്ക് വേണ്ട സാരിയാണ്. ഇങ്ങോട്ട് മാറി കൊച്ചേ. ഇവിടെ സൈഡിൽ മാറി ഇന്ന് റീലെടുക്കുക. റീൽ ആദ്യമായിട്ട് ഞാൻ ലക്ഷ്മിയെ കാണുന്ന സമയത്ത് ഞങ്ങൾ ട്രിപ്പിൾസ് അടിച്ച് പോയി, വെഹിക്കിൾ പിടിച്ച് പോലീസ് പിടിച്ചെന്ന് പറഞ്ഞു. ലക്ഷ്മി തല ഇറങ്ങി. എനിക്ക് പറയാം, അവളെ കുറിച്ചുള്ള അഭിപ്രായം വളരെ നല്ല കുട്ടിയാണ്. ഇപ്പൊ വേണ്ട, കല്യാണം കഴിഞ്ഞ അഭിനയില്ല. നീങ്ങ വൃത്തിക്ക് കാണിക്കട്ടെ. ഇവന്മാരടി നിൽക്കുമ്പോ നമ്മളൊന്നുമില്ല. ശരി, അപ്പൊ പോലെ അങ്ങ് പോവുക. പൊട്ടപ്പിള്ളേരൊക്കെ പോയി.
നല്ല ഭംഗിയുള്ള കൈകൾ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ എന്നിട്ട് നമ്മളന്ന് പ്ലാൻ ചെയ്ത് കൂട്ടുണ്ടല്ലോ. ഒരാളുണ്ട്, റെഡിയാണോ എന്ന് എനിക്കറിയത്തില്ല. അനന്തു ലക്ഷ്മിയുടെ കയ്യിൽ കല്യാണം കഴിഞ്ഞ കേട്ടോ. ഇത് കണ്ടപ്പോ ചേട്ടായി പറയാ എന്നെ ഒന്നുകൂടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ ശടപടയുന്ന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവർ അമ്പലത്തിന് വലത്ത് വെച്ചിട്ട് വന്നിട്ടേ ഇവർക്ക് 3 ഡ്രസ്സാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ കയ്യിലിരിക്കുന്ന കേട്ടോ മന്ത്രകോടിയുടെ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല അടിപൊളി കളറാട്ടോ, അധികം ആർക്കും ഇല്ലാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാട്ടോ. ഇപ്പോൾ ഇവൾ ഉടുത്തേക്കുന്ന സാരിയുടെ കളറില്ലേ, അതാ നോർമലി എല്ലാവർക്കും ഉള്ള സാരിയുടെ കളറ്. പക്ഷേ മന്ത്രകോടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ ഒക്കെ പിന്നെ എടുക്കും. ഇവരൊക്കെ ഞാൻ പറഞ്ഞ പിന്നെ കഴിക്കാം, ഇവർക്ക് കഴിച്ചിരിക്കുന്നോണ്ട് നമ്മളെ എന്തിനിങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്? പുള്ളിയിൽ പോയിട്ട് വണ്ടി തന്നെ വരും. എടാ നാളെയല്ലേ വേറെ ആരെയോ കല്യാണം? ആ അപ്പൊ നാളെ വരത്തില്ലേ? ഈ പെണ്ണൊരു വൃത്തിയായിട്ട് വേണ്ട പണി കണ്ടോ? അതാ അത് തന്നെ. എന്നിട്ട് ഗ്ലാസ് തുറന്നിട്ടോ. അല്ല ഞങ്ങളപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. കല്യാണം അടിപൊളിയായിരുന്നേ. നമ്മുടെ കളഞ്ഞൂരുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടായി കഴിക്കാൻ വന്നില്ല. രാവിലെ കഴിച്ചു. പിന്നെ വയറിന് എന്തോ ഒരു അസ്വസ്ഥതയും കൂടെ ഉണ്ട്. എൻ്റെ അറതെറ്റാ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോയ ചേട്ടായിക്ക് ബാത്റൂമിൽ പോകാനും വേണ്ടിയാട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ പുതിയ സെറ്റ് ആട്ടോ, കോർണർ സെറ്റ് ഇന്നാണ് വന്നത്. അപ്പോൾ ഇത് തടിയൊക്കെ പോയി കണ്ട് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ മുറി നിറയെ സാധനങ്ങളായി. നമ്മുടെ ഈ വലിയ മുറിയിൽ ഇപ്പം നിന്ന് തിരിയാൻ സ്ഥലമില്ല. കോർണർ സെറ്റ് ഇട്ടുകൊണ്ട് അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു കോർണർ സെറ്റ് വാങ്ങിക്കണമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വന്നൊരു സിനിമയ്ക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാട്ടോ. ചച്ചാ.